സുഹൃത്തുക്കളെ, ഈ വീഡിയോ ഞാൻ മേനകാ ഗാന്ധിയുടെ കുറച്ച് ടീംസിനും അതേപോലെ രഞ്ജിനി ഹരിദാസ് എന്ന് പറഞ്ഞ ആക്ടർക്കും വേണ്ടിയിട്ട് കൊടുക്കുന്നൊരു വീഡിയോ ആണ്. രഞ്ജിനി മേഡം, എനിക്കൊന്ന് ചോദിക്കാനുണ്ട്. മേഡം പട്ടികളെ കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പോസ്റ്റും, താങ്കളുടെ വാളിലെ പോസ്റ്റും അതേപോലെ തന്നെ താങ്കളുടെ സംസാരവും എല്ലാം ഞാൻ കേട്ടിരുന്നു. ഒന്ന് ഞാൻ ചോദിക്കട്ടെ, ചേച്ചി ഈ റോട്ടിൽ കൂടെ കാറിൽ പോകുമ്പം ചേച്ചി ഈ പട്ടികളെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. ഓരേ പട്ടിക്കുഞ്ഞുങ്ങൾ എന്ന് പറയാം. ഒരു കൂനയുടെ മുമ്പിൽ, അതായത് ഒരു വേസ്റ്റ് കൂനയുടെ മുമ്പിൽ കുറെ പട്ടികൾ നിൽക്കുന്നുണ്ട്. ആ പട്ടികളുടെ ഇടയിലേക്ക് ഒരു 5 മിനിറ്റ് ചേച്ചിക്കൊന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ നിൽക്കുമെങ്കിൽ ഞാൻ പറയാം, നിങ്ങൾക്ക് പട്ടികളോട് ഭയങ്കര സ്നേഹമാണ്. അല്ലാതെ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന, നാട്ടുകാരെ പിച്ച് ചീന്തുന്ന, കുഞ്ഞു കൊച്ചുങ്ങളെ പോലും വെറുതെ വിടാതെ പിച്ച് ചീന്തുന്ന പട്ടികളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ വീരവാദം മുഴക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇന്ന് ഞാൻ ഫേസ്ബുക്കിൽ ഒരു ഫോട്ടോ കണ്ടു. ഒരു കുഞ്ഞിന്റെ തലയും കവിളും പട്ടി കടിച്ചിട്ട് ആഴത്തിൽ മുറിവേറ്റ് സ്വന്തം അച്ഛന്റെ ഷോൾഡറിൽ കിടക്കുകയാണ് ആ കുട്ടി. ആ കുട്ടിയുടെ ദയനീയ അവസ്ഥ കണ്ടിട്ട് സത്യത്തിൽ സഹിച്ചില്ല എനിക്ക്. ഉണ്ടല്ലോ കുറെ കാശും പണവും പ്രതാപവും എല്ലാം ഉണ്ടല്ലോ. ഒരു കാര്യം ചെയ്യും, ഒരു 2-3 ഏക്കർ സ്ഥലം മേടിച്ചിട്ടിട്ട് അതിൽ കൊണ്ടേ തെരുവട്ടികളെ ഫുള്ള് അതിൽ കൊണ്ടിട്ടിട്ട് വളർത്ത്, അതിന് തീറ്റയും കൂടിയും കൊടുത്ത് വളർത്തുക. അല്ലാതെ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കിയ സാധനത്തിനെ കൊല്ലരുതെന്ന് പറയാൻ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള അവകാശമില്ല. മേനകാഗാന്ധിയുടെ ഓർഡർ ആണെങ്കിലും എവിടത്തെ ഓർഡർ ആണെങ്കിലും മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എന്ത് സാധനമാണെങ്കിലും അതിനെ ഇല്ലാതാക്കുക തന്നെയാണ് വേണ്ടത്. എന്തുകൊണ്ട് നിങ്ങൾ കോഴിനെയും പന്നീനെയും പോത്തിനെയും മറ്റതിനെയും മറിച്ചതിനെയും കൊല്ലലാന്ന് പറഞ്ഞ് നിങ്ങൾ പരാതി കൊടുക്കുന്നില്ല? എന്താ, അതൊന്നും ജീവികളല്ലേ? പട്ടികൾക്ക് മാത്രമേ ഉള്ളൂ ജീവൻ. മേഡമൊക്കെ ഈ കാറിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് പുറത്തെ ലോകം കാണുന്നത് കൊണ്ടാണ് നിങ്ങൾക്കൊക്കെ ഇതിന്റെ ഒന്നും ബുദ്ധിമുട്ട് അറിയാത്തത്. സാധാരണക്കാര് റോട്ടിലൂടെ ഇറങ്ങി നടക്കുമ്പോഴാണ് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുന്നത്. വെറുതെ വായി തോന്നുന്നത് കോതയ്ക്ക് പാട്ട് എന്ന് പറഞ്ഞ പോലെ പറഞ്ഞിട്ട് കാര്യമില്ല. മനുഷ്യർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്, മാഡത്തിന് ഒരു കുട്ടി കത്തെഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട് നേരത്തെ. ഇതേപോലെ തന്നെ ഈ പട്ടികളെ കൊല്ലുന്നതിനെ കുറിച്ചിട്ട് മാഡം സംസാരിച്ചപ്പോൾ മാഡത്തിന് വേണ്ടിയിട്ട് ഒരു കുട്ടി കത്തെഴുതുന്നുണ്ട്. ആ കത്ത് വായിച്ചപ്പോഴെങ്കിലും ഒരു ബോധം വീണു എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ യാതൊരു വിധത്തിലുള്ള ബോധമില്ലെന്ന് പിന്നെ മനസ്സിലാക്കി തന്നു. ഈ വീഡിയോയിലൂടെ മാഡത്തിന് എന്നെ എന്തെങ്കിലും പറയണം, അല്ലെങ്കിൽ എനിക്കെതിരെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കിക്കോ, എനിക്ക് നോ പ്രോബ്ലം. ഇന്ന് ആ കുഞ്ഞുങ്ങളുടെയൊക്കെ കിടപ്പ് കണ്ടിട്ടുണ്ട്, സഹിച്ചില്ല. അതുകൊണ്ടാണ് ഇത്രയെങ്കിലും പറഞ്ഞത്. ഫേസ്ബുക്കൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഇതേപോലുള്ള കാര്യങ്ങളൊന്നും നോക്ക്, അപ്പം മനസ്സിലാവും. എന്തായാലും രഞ്ജിനി മേഡം, ഇത്രയ്ക്ക് പട്ടി സ്നേഹമാണെങ്കിൽ സ്വന്തമായിട്ട് വീട്ടിൽ കൊണ്ടുപോയി അല്ലെങ്കിൽ വല്ല പറമ്പെടുത്തോ വളർത്ത്. നാട്ടിലുള്ള പട്ടികളെ വേണമെങ്കിൽ ഡെഡിക്കേറ്റ് ചെയ്തരാം. കുറെ പട്ടികളെ ഇവിടെ ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. വണ്ടി പോലും ഓടിച്ചുകൊണ്ട് നടക്കാൻ പറ്റുള്ള വട്ടം ചാടിക്കൊണ്ട് കിടന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്രയ്ക്ക് പറയാനുള്ളൂ. ഇതെങ്കിലും കേൾക്കുമ്പോൾ കുറച്ചെങ്കിലും ബോധം ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.